ഈ പുഴയും കടന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അരവിന്ദനാണെങ്കിൽ ഭക്ഷണം എടുത്തിട്ട് വന്നിട്ട് കണ്ണു മൂടി എൻ്റെ കള്ളിപ്പൂച്ച എന്തിയെ, എൻ്റെ കള്ളിപ്പൂച്ച ഒന്നും കഴിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഭക്ഷണം വാരി കൊടുക്കാൻ ഇരിക്കുക. അപ്പോൾ ഓരോ മക്കളായിട്ട് വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. അവസാനമാകുമ്പം അരവിന്ദൻ പറയാണ്, ഇനി കഴിക്കാനുള്ളത് എൻ്റെ കള്ളിപ്പൂച്ചയാണ്. കള്ളിപ്പൂച്ച ഒന്നും കഴിച്ചില്ലെങ്കിൽ ഈ അച്ഛനും ഭക്ഷണം കഴിക്കില്ല എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ കാവേരിക്ക് സങ്കടമൊക്കെ മാറുന്നുണ്ട്. അങ്ങനെ കാവേരി ആണെങ്കിൽ അരവിന്ദൻ്റെ അടുത്ത് വന്നിട്ട് അച്ഛാന്ന് വിളിക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്ക് അരവിന്ദൻ കണ്ണ് തുറന്ന് നോക്കുകയാണ്. എന്നിട്ട് കാവേരി ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് വാ തുറക്കുമ്പോൾ അരവിന്ദനാണെങ്കിൽ കൈ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. എന്നിട്ട് കുറേ നേരം കാവേരി കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ കാവേരി ആണെങ്കിൽ എന്താ അച്ഛാ കഷ്ടമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അരവിന്ദൻ്റെ കൈ പിടിച്ച് വെച്ചിട്ട് ഭക്ഷണം വാങ്ങി കഴിക്കുകയാണ് കേട്ടോ. ഇത് കാണുമ്പോഴാണെങ്കിൽ മറ്റു 3 പേർക്ക് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും വന്നിട്ട് ഇവർ 2 പേരെയും വലം വെച്ച് കളിക്കണം കേട്ടോ. അങ്ങനെ അവിടേക്ക് ശാരദ വരുന്നുണ്ട്. അപ്പോൾ കാവേരി ഭക്ഷണം കഴിച്ചു എന്ന് പറയുമ്പോൾ ശാരദയ്ക്ക് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അവസാനം അരവിന്ദനാണെങ്കിൽ ശാരദയോട് ചോദിക്കുകയാണ്, ഇനി ഒരു ഉരുള കൂടിയുണ്ട്, അത് നീ കഴിക്കണോ? അപ്പോൾ ശാരദയാണെങ്കിൽ നാണക്കേട് കൊണ്ട് വേണ്ടാന്ന് പറയണം കേട്ടോ. അപ്പോൾ ഗംഗ പറയാണ്, അമ്മേ എന്താ അമ്മേ വേണ്ടാന്ന് പറയണം, അമ്മ കഴിക്കുമെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ അരവിന്ദൻ പറഞ്ഞാൽ നീ കഴിക്കുന്നേ എന്ന് പറഞ്ഞിട്ട് ശാരദയ്ക്ക് വാരി കൊടുക്കണം കേട്ടോ. അത് കണ്ടിട്ട് മുത്തശ്ശി വരികയാണ്. അപ്പോൾ മുത്തശ്ശിക്ക് അത് അത്ര അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല കേട്ടോ. അങ്ങനെ മുത്തശ്ശി ഒന്നും പറയാതെ മാറിപ്പോയിട്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ശാരദേനെ ചേർത്ത് പിടിച്ചിട്ട് അരവിന്ദൻ പറയണ, ഇനി ഈ വീട്ടിൽ ആരുടെയും കണ്ണീര് വീഴാൻ പാടില്ല, ഇവിടെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണമെന്ന് പറയണം കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണേ. അപ്പോൾ നീള ചോദിക്കുകയാണ് അരവിന്ദനോട്, അച്ഛാ ഈ പുഷ്പവാടിയിലെ ഏറ്റവും വലിയ പണക്കാരൻ നമ്മളാണോ അച്ഛാ? അപ്പോൾ അരവിന്ദൻ ചോദിക്കണം, നീ എന്താണ് അപ്പോൾ അങ്ങനെ ചോദിക്കാനായിട്ട്? അപ്പോൾ നീള പറയാണ്, സ്കൂളിലെല്ലാവരും പറയണത് നമ്മളാണ് ഏറ്റവും വലിയ പണക്കാരെന്ന്. അപ്പോൾ ഗംഗ പറയണ, നമ്മൾ പണക്കാരാന്ന് എല്ലാവരും കരുതിക്കൊട്ടേടി. അതെ, അപ്പോൾ കാവേരിയും പറയുന്നുണ്ട്, ശരിയാണ്, നമ്മൾ പണക്കാരാന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റെസ്പെക്റ്റൊക്കെ കിട്ടും, അതുകൊണ്ട് നീ അതൊന്ന് മാറ്റി പറയാൻ പോകണ്ടെന്ന് പറയണം കേട്ടോ. അങ്ങനെ അരവിന്ദനും അതെല്ലാം കേട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് യമുന പറയണം, ഇത്രയും നാളായി അച്ഛൻ ഒരിക്കൽ പോലും ഞങ്ങൾ ആരെയും അച്ഛൻ്റെ ജോലി സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടില്ലല്ലോ. അപ്പോൾ അരവിന്ദൻ പറയണം, എൻ്റെ മോളെ ഇത്രയും സുന്ദരമായ ഒരു സ്ഥലത്ത് ജനിച്ച് വളർന്നിട്ട് നിങ്ങളെ ആ മരുഭൂമിയിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയണത്, അതുകൊണ്ടാണ് അച്ഛൻ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ കാവേരി പറയാണ്, അച്ഛാ അത് എത്ര വലിയ മരുഭൂമിയാണെങ്കിൽ ഞങ്ങളുടെ അച്ഛൻ ജോലി ചെയ്യുന്ന സ്ഥലമല്ലേ, ആ സ്ഥലം വന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹം കാണില്ലേ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അരവിന്ദൻ പറയണ, ഇനി ആവട്ടെ, ഞാൻ നിങ്ങളെല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. എന്നാൽ നിള ചോദിക്കുകയാണ്, അച്ഛാ അച്ഛൻ്റെ അവിടുത്തെ ജോലി വളരെ കഷ്ടമുള്ളതാണോ അച്ഛൻ ചോദിക്കണം കേട്ടോ. അത് കേൾക്കുമ്പോൾ അരവിന്ദൻ്റെ മുഖം മാറുന്നുണ്ട്. അപ്പോൾ അരവിന്ദൻ കുറച്ച് നേരത്തേക്ക് ഇങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് അരവിന്ദൻ പറയണ, ഇല്ല മോളെ അച്ഛൻ്റെ ജോലി അത്ര കഷ്ടമുള്ളതൊന്നുമല്ല. പക്ഷേ അത് കേൾക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇത്തിരി വിഷമം തോന്നുന്നുണ്ട്. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അരവിന്ദനാണെങ്കിൽ യമുനയോട് ചോദിക്കണം, ഹലോ കലക്ടർ സാർ, കലക്ടർ ആവൂലേ? അപ്പോൾ യമുനയാണെങ്കിൽ പിന്നെ ആവേണ്ട ആയിരിക്കും എന്ന് പറയണം കേട്ടോ. അങ്ങനെ അരവിന്ദൻ ചോദിക്കണം, അപ്പോൾ ഇനി ഞാൻ ലീവിന് വരുമ്പോഴേ കലക്ടറുടെ ബംഗ്ലാവിലായിരിക്കുമല്ലോ ഞാൻ താമസിക്കുന്നത്. അത് കേട്ടിട്ട് ഗംഗ ചോദിക്കണം, അതെന്താ അച്ഛാ, അപ്പോൾ അച്ഛൻ ഞങ്ങളുടെ ആരുടെയും വീട്ടിലൊന്ന് താമസിക്കില്ലേ? അപ്പോൾ അത് കേട്ടിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, അതിന് നിൻ്റെ വീടെന്ന് പറയുന്നത് അവന് അന്യമല്ലല്ലോ, ശാരദയുടെ വീടല്ലേ? അപ്പോൾ കാവേരി മുത്തശ്ശിയോട് ചോദിക്കണം, അതെങ്ങനെയാണ് മുത്തശ്ശി, ഗംഗേച്ചിയുടെ വീട് എങ്ങനെയാണ് ശാരദമ്മയുടെ വീടാവുന്നതും? അപ്പോൾ മുത്തശ്ശി പറയണേ, എടി പൊട്ടി, ഇവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നത് വിനീതല്ലേ, അപ്പോൾ വിനീതിൻ്റെ വീടല്ലേ ഇവളുടെ വീട്? അപ്പോഴത്തേക്കും ഗംഗ പറയാണ്, അതിന് ഞാൻ വിനീതേട്ടനെ ഒന്നും കല്യാണം കഴിക്കാൻ പോകുന്നില്ല, എനിക്ക് വേണ്ട എന്ന് പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്ന് ഷോക്കാവുകയാണ്. എന്നാലും മുത്തശ്ശി ചോദിക്കണം, പിന്നെ നീ ആരെയടി കെട്ടാൻ പോകുന്നത്? അപ്പോൾ ഗംഗ പറയണേ, ഞാൻ വേറെ ആരെയും കെട്ടിക്കോളാം എന്ന് പറയണം കേട്ടോ. അപ്പോൾ കാവേരി ചോദിക്കുകയാണ്, ചേച്ചി വിനീതേട്ടൻ എന്താ ചേച്ചി ഒരു കുറവ്, വിനീതേട്ടൻ നല്ല ചെക്കനല്ലേ? അപ്പോൾ ഗംഗ പറയണേ, വിനീതേട്ടന് കുറവുണ്ടെന്നൊന്നും ഞാൻ പറഞ്ഞില്ല, പക്ഷേ എനിക്ക് ഈ വിവാഹം വേണ്ടെന്ന് പറയണം കേട്ടോ. അപ്പോൾ അരവിന്ദനാണെങ്കിൽ ഗംഗയോട് ചോദിക്കണം, മോൾക്ക് എങ്ങനത്തെ ചെക്കനെയാണ് വേണ്ടത്? അന്നേരം ഗംഗ പറയാണ്, ഞാൻ ജനിച്ചപ്പോൾ മുതൽ കാണുന്നത് അച്ഛാ ഈ മലയും കുന്നും ഒക്കെ, എനിക്കിതൊക്കെ കടന്ന് പറക്കണം, പുതിയ ആൾക്കാരും പുതിയ ബന്ധങ്ങളും പുതിയ നാടുമൊക്കെ ആയിട്ട് എനിക്ക് നല്ലോണം ജീവിക്കണമെന്ന് പറയണം കേട്ടോ. അച്ഛൻ അമ്മയെ നോക്കുന്ന പോലെ ഒരു കുറവും ഇല്ലാതെ എന്നെ നോക്കാൻ കഴിയുന്ന ഒരു ചെക്കനെ അച്ഛൻ കണ്ടുപിടിച്ച് തരണമെന്ന് പറയണം കേട്ടോ. അങ്ങനെ അത് കേട്ടിട്ട് അരവിന്ദനും അത് സമ്മതിക്കണം. അപ്പോൾ നമുക്ക് വേറെ നോക്കാമെന്ന് പറയണം കേട്ടോ. അത് മുത്തശ്ശിക്ക് തീരെ ഇഷ്ടമാവുന്നില്ല. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ എണിച്ച് വന്നിട്ട് ചോദിക്കണം, എടാ നീ എന്തുവാടാ പറയുന്നത്, ഇവൾ ജനിച്ചപ്പോഴേ ഞാൻ ശാരദയ്ക്ക് കൊടുത്ത വാക്കാ ഇവളുടെ ഈ വിനീതിൻ്റെ വിവാഹം നടത്താമെന്ന്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വേറെ വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയണം കേട്ടോ. അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് മുത്തശ്ശിയാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ അരവിന്ദനാണെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ചിട്ട് പറയാണ്, സാറില്ല മോളെ ഞാൻ സംസാരിക്കാം, മോള് വിഷമിക്കണ്ടെന്ന് പറയണം കേട്ടോ.